നമസ്കാരം. ജെയിംസ് സാറിൻ്റെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ ചിത്തിനി എന്ന് പറയുന്ന സിനിമ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വളരെ രസകരമായിട്ട് കുറേ ദിവസങ്ങൾ എനിക്കൊന്നും അല്ലേ നല്ല രസമായിട്ട് ഒരു സിനിമയാണ്. തിയേറ്ററിൽ എനിക്കും സിനിമയിലെ പോലെ നിങ്ങൾക്ക് മേക്കിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് റിലീസ് ചെയ്താലും നല്ല ഹിറ്റാവാൻ സാധ്യതയുണ്ട്. അമ്മാതിരി പരിപാടികളോടെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു വിജയമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഭീഷ്മർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് ഇവിടെ നിൽക്കാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല രസമായിരുന്നു സെറ്റിൽ. പ്രത്യേകിച്ച് എല്ലാ ദിവസവും ധ്യാൻ ശ്രീനിവാസൻ എല്ലാവർക്കും ബിരിയാണിയൊക്കെ മേടിച്ചു തരുന്നു, കുറേ ഫുഡ് മേടിച്ചു തന്നു. അങ്ങനെ എൻ്റെ ചീട്ടുകളി പരിപാടിയൊക്കെ ആയിട്ട് ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. ഷൂട്ടിങ്ങിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഷൂട്ടിങ് അപ്പോൾ അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ എന്നെ ഫസ്റ്റ് ഡേയിൽ എൻ്റെ തലക്കടിക്കുന്ന ഒരു സീനാണ് എൻ്റെ തുടങ്ങാൻ ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ശരി 3 ദിവസം കഴിഞ്ഞിട്ടാണ് തലക്കടിച്ചത്. അപ്പോൾ 3 ദിവസവും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം വിഷ്ണു ഒക്കെ വന്ന് പേടിപ്പിക്കും, കാരണം നിന്റെ തലക്കടി ശരിയായില്ലെങ്കിൽ സാറന്ന് തന്നെ പിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും ടെൻഷനാണ്. ഭാഗ്യത്തിന് തലക്കടി നല്ല രീതിയിൽ എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നെ കുറെ അഭിനയിച്ച് പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ ഡബൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വീട്ടിലേക്കുമ്പോൾ എന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, വിജയ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഈ സിനിമയിൽ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു പാട്ട് പാടാൻ ഒരു പാട്ട് പാടണം. വേറെ ആരോ ഒന്ന് പാടി അത് ശരിയായില്ലെന്നല്ല അലമ്പാക്കി പാടാൻ ഒരാള് വേണം. അപ്പോൾ ഈ പാട്ട് ഒന്ന് അലമ്പാക്കി തരുമെന്ന് പറഞ്ഞു. എന്തോ കള്ളു പിടിച്ചിട്ട് പാടുന്ന പാട്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു, ആ പാട്ട് പാടി. അത് കുഴപ്പമില്ലാത്ത അലമ്പായി എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ സിനിമ പാട്ട് പാടി അലമ്പ് പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. മാർച്ച് 20 ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.